ലഹരി മാഫിയ സംഘങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കേസിലെ മുഖ്യപ്രതിയായ മോഡൽ അലീനയുടെ ആൺസുഹൃത്തും മുൻ ഗുണ്ടാത്തലവൻ അനസിന്റെ സംഘവുമായിട്ടുള്ള ഔറംഗസേബ് ഇൻസ്റ്റഗ്രാമിലൂടെ പുറത്തുവിട്ട വീഡിയോയാണ് ഇപ്പോൾ കേസിനെ പുതിയൊരു തലത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ദുബായിൽ യുവതിയെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന പരിപാടിയിൽ നിരവധി പ്രമുഖ സിനിമാ താരങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് എന്നും അവരെയൊന്നും ചോദ്യം ചെയ്യാതെ എന്തുകൊണ്ടാണ് അലീനയെ മാത്രം ലക്ഷ്യമിടുന്നത് എന്നുമാണ് ഔറംഗസേബിന്റെ ചോദ്യം. സിനിമയിലെ വമ്പന്മാർ ഉൾപ്പെടുന്ന പരിപാടികളുടെ മറവിലാണ് ഇത്തരം ക്രൂരതകളെല്ലാം നടക്കുന്നത് എന്നുള്ള സൂചനകളാണ് ഇതോടുകൂടെ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഇത്തരം സൂചനകൾ പുറത്തു വന്നതോടെ അന്വേഷണം മലയാള സിനിമയിലെ പ്രമുഖരിലേക്കടക്കം നീളുന്ന സാഹചര്യമാണ് ഉള്ളതെന്ന് വ്യക്തം. ദുബായിലെത്തിയതിന് പിന്നാലെ ഒരു ഫ്ളാറ്റിലേക്ക് കൊണ്ടുപോയി മയക്കുമരുന്ന് നൽകി അബോധാവസ്ഥയിലാക്കിയ ശേഷം ക്രൂരമായ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയെന്നാണ് 25-കാരി അതിജീവിത മരട് പോലീസിൽ നൽകിയിരുന്ന പരാതി. പീഡന ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി നാട്ടിലെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കൂ എന്ന് ഭീഷണിപ്പെടുത്തിയെന്നും 1 മാസത്തോളം മുറിയിൽ പൂട്ടിയിട്ട് എന്നും യുവതി വ്യക്തമാക്കിയിരുന്നു. ഒടുവിൽ ഒരു ബന്ധുവിന്റെ സഹായത്തോടു കൂടെയാണ് ഈ മാഫിയ സംഘത്തിൽ നിന്ന് ഇവർ രക്ഷപ്പെടുന്നത്. ഈ പരാതി വ്യാജമാണെന്നും ഇതിന് പിന്നിൽ വലിയ ആസൂത്രണങ്ങൾ ഉണ്ട് എന്നുമാണ് ഇൻസ്റ്റഗ്രാമിലൂടെ ഇപ്പോൾ ഔറംഗസേബ് അവകാശപ്പെടുന്നത്. പരാതിക്കാരി 3 മാസമൊന്നും വിദേശത്തുണ്ടായിരുന്നില്ല എന്നും ഒരാളെ ലക്ഷ്യം വെച്ചുള്ള കെട്ടിച്ചമച്ച കഥയാണ് ഇത് എന്നും ഇന്നല്ലെങ്കിൽ നാളെ ഈ കേസ് പൊട്ടിത്തകർന്ന് വീഴുമെന്നുമാണ് ഇയാൾ മാധ്യമങ്ങളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കുന്നത്. എന്നാൽ 2024 മലപ്പുറം എടവണ്ണയിൽ വീടിന് മുന്നിലിട്ട വാഹനങ്ങൾ കത്തിച്ച കേസിൽ ഉൾപ്പെട്ട പ്രതിയായ ഈ മുൻ ഗുണ്ടാ സംഘത്തിലെ വെളിപ്പെടുത്തൽ അത് അതീവ ഗൗരവത്തോടെയാണ് പോലീസ് കാണുന്നത്. കേസിലെ പ്രതികൾക്ക് അന്തർ സംസ്ഥാന ഗുണ്ടാ സെക്സ് റാക്കറ്റുകളുമായി അടുത്ത ബന്ധമുണ്ടെന്ന് വ്യക്തമാക്കുന്ന അലീനയുടെ ഭീഷണി സന്ദേശങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വന്നത് സംശയങ്ങൾക്ക് അടിസ്ഥാനമായി മാറുന്നു. പരാതി നൽകിയാൽ ഗുണ്ടാ നേതാവിന്റെ പേര് പറഞ്ഞ് പണി തരുമെന്നാണ് അലീന അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ചിലപ്പോൾ വിടുവായിരിക്കും, പക്ഷേ അയാൾ കൃത്യമായിട്ട് പണി തരും, അതൊന്ന് ആലോചിച്ച് വെച്ചേക്ക് എന്നായിരുന്നു ഔറംഗസേബിന്റെ പേര് പരാമർശിച്ചുകൊണ്ടുള്ള അലീനയുടെ ഓഡിയോ സന്ദേശം, അല്ലെങ്കിൽ ഭീഷണി, ത്രെട്ടനിങ്. തൻ്റെ ഭർത്താവാണ് ഔറംഗസേബ് എന്ന് പറഞ്ഞാണ് അലീന പലരെയും ഭീഷണിപ്പെടുത്തിയിരുന്നത്. കേസിൽ ദുബായിൽ ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനം നടത്തുന്ന പെരുമ്പാവൂർ സ്വദേശിയായ സ്റ്റോയ്സി എന്ന സിന്ധുവാണ് ഈ കേസിലെ 1-ാം പ്രതി. സിന്ധുവിനെ മുംബൈയിൽ നിന്നും 3-ാം പ്രതിയായ അലീനയെ കൊച്ചിയിൽ നിന്നും 4-ാം പ്രതിയായ പൊന്നാനി സ്വദേശി മഞ്ജിമയെയും പോലീസ് ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു. വിദേശത്തുള്ള മറ്റ് 2 മലയാളി സ്ത്രീകളെ നാട്ടിലെത്തിക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം DCP അശ്വതി ജിജിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എറണാകുളം ACP KG സുരേഷ്, മരട് SHO അബ്ദുൾ മനാഫ് എന്നിവരടങ്ങുന്ന സംഘമാണ് ഈ വിഷയത്തിൽ കേസ് അന്വേഷിക്കുന്നത്. സമാനമായ രീതിയിൽ ക്രൂരത നേരിട്ട മറ്റൊരു ജില്ലയിലെ യുവതിയും ഇവർക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയതോടെ ഇതൊരു വലിയ മാഫിയയാണ് എന്ന് വ്യക്തമാകുന്നു. ഔറംഗസേബ് തന്റെ വീഡിയോയിലൂടെ ഉന്നയിച്ച ആക്ടേഴ്സിന്റെ സാന്നിധ്യം ലഹരി മാഫിയയും സിനിമകളിലെ ചില പ്രമുഖരുടെ അവരും തമ്മിലുള്ള ബന്ധം, അവിശുദ്ധ ബന്ധം കൂട്ടുകെട്ട് അതൊക്കെ തന്നെയാണ് വിരൽ ചൂണ്ടുന്നതെന്നാണ് വ്യക്തമാകുന്നത്. ദുബായിലെ ആ ഫ്ളാറ്റിൽ നടന്ന ആസൂത്രിത ലഹരി പീഡന പരിപാടിയിൽ ഏതൊക്കെ സിനിമാ താരങ്ങളാണ് പങ്കെടുത്തതെന്നും ആരൊക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നും കണ്ടെത്താൻ ഇൻസ്റ്റഗ്രാം വീഡിയോ കേന്ദ്രീകരിച്ച് വരുന്ന ദിവസങ്ങളിൽ പോലീസ് അന്വേഷണം ശക്തമാകാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. അതേസമയം മോഡലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന യുവതികളെ വിദേശത്തേക്ക് കടത്തി പീഡിപ്പിച്ച കേസിലെ പരാതിക്കാരിയുടെ വെളിപ്പെടുത്തൽ ഇപ്പോൾ വലിയ രീതിയിൽ രംഗത്ത് ചർച്ചയാകുന്നു. വിദേശത്തെത്തിച്ച ശേഷം സമാനതകളില്ലാത്ത ക്രൂരതകളും ലൈംഗിക പീഡനവുമാണ് തനിക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നതെന്നാണ് ഇരയായ യുവതിയുടെ വെളിപ്പെടുത്തൽ. ബോധരഹിതയാക്കി പീഡിപ്പിക്കുകയും നഗ്നദൃശ്യങ്ങൾ പകർത്തി നാട്ടിലെ വീട്ടുകാർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു എന്നാണ് യുവതി വ്യക്തമാക്കുന്നത്.
പണം വാങ്ങിയാണ് എന്നെ ദുബായിൽ കൊണ്ടുപോയി പറ്റിച്ചത്. അവിടെ എത്തിച്ച ശേഷം കുടിക്കുന്ന പാനീയങ്ങളിലും പച്ചവെള്ളത്തിലും വരെ എന്തോ വെള്ളപ്പൊടി ബലമായി കലക്കി നൽകി ബോധം കെടുത്തുകയായിരുന്നു. ശേഷം ഇവരുടെ ആളുകൾ വന്ന് നിരന്തരം ശാരീരികമായി ഉപദ്രവിച്ചു തുടങ്ങി. ഇത്രയുമായിട്ടും ഒടുങ്ങാതെ നാട്ടിലേക്ക് എൻ്റെ വീട്ടുകാരെ വിളിച്ചു ഞാൻ ഇവിടെ അനാശാസ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ് എന്ന് പറഞ്ഞ് അപകീർത്തിപ്പെടുത്തി. എന്നെ വീട്ടിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് എൻ്റെ നഗ്നദൃശ്യങ്ങൾ അവർക്ക് പകർത്തി അയച്ചു നൽകുകയും ചെയ്തു എന്ന് യുവതി വ്യക്തമാക്കുന്നു. നാട്ടിൽ നിന്ന് ദുബായിൽ എത്തിച്ച ശേഷം തന്നെ താമസിപ്പിച്ചത് ഒരു ഫ്ളാറ്റിലാണെന്നും അവിടെ മറ്റ് 8 യുവതികളെ കൂടെ താൻ കണ്ടിരുന്നു എന്നും പരാതിക്കാരി പറയുന്നു. കുഞ്ഞിനെ കൊല്ലുമെന്ന് വരെ പ്രതികൾ ഭീഷണിപ്പെടുത്തുകയുണ്ടായി. ഒടുവിൽ ഒരു ബന്ധുവിന്റെ സഹായത്തോടെയാണ് താൻ കഷ്ടിച്ച് രക്ഷപ്പെട്ട് നാട്ടിലേക്ക് എത്തിയതെന്നാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ. കേസിൽ ഇതുവരെ 5 പേരെയാണ് പ്രതി ചേർത്തിട്ടുള്ളത് എന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ വ്യക്തമാക്കുന്നു. ഇതിൽ 3 പ്രതികളെ ഇതിനകം തന്നെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. 1-ാം പ്രതിയായ സിന്ധുവിനെ വിദേശത്ത് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് മുംബൈ വിമാനത്താവളത്തിൽ വച്ച് പോലീസ് വലയിലാക്കുന്നത്. ഇവരെ ഉടൻ കൊച്ചിയിലെത്തിച്ച് ചോദ്യം ചെയ്യാനുള്ള നടപടികൾ കൈക്കൊണ്ടിരിക്കുകയാണ് പോലീസ്. കൊച്ചിയിലെ ഗുണ്ടാ സംഘങ്ങളുമായി അടുത്ത ബന്ധമുള്ള അറസ്റ്റിലായ 2-ാം പ്രതി അലീനയെ കുറിച്ച് വിശദമായ അന്വേഷണവും നടന്നുവരുന്നു. കേസിൽ ഉൾപ്പെട്ട മറ്റൊരു പ്രതിയെ ചൊവ്വാഴ്ച പോലീസ് അറസ്റ്റ് ചെയ്തതായാണ് വിവരം. നിലവിൽ 2 യുവതികളാണ് പരാതിയുമായിട്ട് ഈ വിഷയത്തിൽ മുന്നോട്ടെത്തിയിരിക്കുന്നത്. കൂടുതൽ പേർ കെണിയിൽ അകപ്പെട്ടിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ നിഗമനം. കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് DCP അശ്വതിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു കഴിഞ്ഞു. സമാനമായിട്ടുള്ള രീതിയിൽ ചതിക്കപ്പെട്ടവർക്ക് ഭയം കൂടാതെ പ്രത്യേക അന്വേഷണ സംഘത്തെയോ വനിതാ സെല്ലിനെയോ വിവരം അറിയിക്കാമെന്നും പരാതിക്കാരുടെ വിവരങ്ങൾ പൂർണ്ണമായും രഹസ്യമായി സൂക്ഷിക്കുമെന്നുമാണ് പോലീസ് കമ്മീഷണർ വ്യക്തമാക്കുന്നത്. അതേസമയം ഇത്തരം വിശദീകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. മോഡലിംഗിന്റെ മറവിൽ പെൺവാണിഭവും മനുഷ്യക്കടത്തും നടത്തിയ കേസിലെ 1-ാം പ്രതി തിരുവനന്തപുരം സ്വദേശിനിയായിട്ടുള്ള സിന്ധുവിനെ ഇന്ന് എറണാകുളത്തെത്തിക്കാനാണ് തീരുമാനം. വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ മുംബൈയിൽ നിന്നാണ് ഇവരെ പോലീസ് പിടികൂടിയത്. കേസിൽ 2-ാം പ്രതിയായ ആലുവ സ്വദേശി അലീനയെ നേരത്തെ കൊച്ചിയിൽ നിന്ന് മരട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ദുബായിൽ മോഡലിംഗ് മേഖലയിൽ ഉയർന്ന ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ യുവതികളെ ഇവർ വലയിലാക്കുന്നതെന്നാണ് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ കടത്തുന്ന യുവതികളെ സ്വർണ്ണക്കടത്തിനായിട്ടുള്ള കാരിയർമാരായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള സംശയങ്ങൾ പോലീസിനുണ്ട്. എന്തായാലും ഇരകളായ യുവതികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ വൻ പെൺവാണിഭ സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ പോലീസിന് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദുബായിൽ എത്തിക്കുന്ന യുവതികളെ രഹസ്യ കേന്ദ്രങ്ങളിൽ തടങ്കലിൽ പാർപ്പിച്ച ശേഷം മയക്കുമരുന്ന് ബലമായി നൽകി അബോധാവസ്ഥയിലാക്കി ക്രൂരമായിട്ടുള്ള ചൂഷണങ്ങൾക്ക് ഇരയാക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ പാറ്റേൺ. ഇവരുടെ ചിത്രങ്ങൾ ഇതൊക്കെ തന്നെ പകർത്തി ഭീഷണിപ്പെടുത്തുകയും അവരെ ഈ റാക്കറ്റിലേക്ക് ചേർക്കുകയും ചെയ്യുന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട അജണ്ട. ഈ സംഭവത്തിന് പിന്നിൽ വലിയൊരു മാഫിയ തന്നെയുണ്ട് എന്നാണ് നിലവിൽ പോലീസ് മനസ്സിലാക്കുന്നത്. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ കണ്ണികളിലേക്ക് എത്താൻ സാധിക്കുമെന്നും പോലീസ് പ്രതീക്ഷിക്കുന്നു.